അങ്ങനെ എങ്ങനെയാ കൊടുക്കാൻ ഞാൻ ആ കുഴിയുടെ ഉള്ളിൽ നിന്ന് പൊത്തി പിടിച്ച് കയറി ഇപ്പൊ മേലെ എത്തിയിട്ടാ. അത് കഴിഞ്ഞ് ഷുഡിന്റെ ഉണ്ടായിരുന്ന ഒരു ബാഗ് വാങ്ങിച്ചു പിടിച്ചപ്പോ അതൊരു കല്ലുമ വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ കയറിയായിരുന്നു. ഇനി എല്ലാത്തിനും കൈ കൊടുത്ത് ഇനി മേലെ കയറണം. ആദ്യം ഷുഡിന് തന്നെ ഒരു കൈ കൊടുത്ത് ഇപ്പൊ മേലെ കയറ്റിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഒന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കയറി വന്നോളെന്ന് പറഞ്ഞിട്ടാണ് ആള് മേലെ എത്തിയത്. ഞാൻ ഇവിടെ കുറെ നേരം പരിശ്രമിച്ചു മുട്ടിൽ കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ മേലെ എത്തിയത്. ഇയാൾക്ക് എന്നെ കൂടുതൽ ഹൈറ്റ് ഉള്ളതുകൊണ്ടായിരുന്നോണ്ട് 2 സ്റ്റെപ്പിൽ തന്നെ ആള് മേലെ എത്തി. അവസാനം മറ്റേ ബ്രോയ്ക്ക് ഞാൻ തന്നെ കൈ കൊടുത്ത് മേലെ കയറ്റി വിട്ടെ. ഇവിടെ ഒരാളാണെങ്കിൽ എന്നെ കൂടി ഒന്ന് മേലെ കയറ്റെന്ന് പറഞ്ഞിട്ട് ആള് നോക്കിക്കണം. അവനൊരു ടാറ്റും കൊടുത്ത് ഈ കാണുന്ന വഴി കൂടെ അമ്പലത്തേക്കൊക്കെ പോകാന്ന് വിചാരിച്ചതാ. വഴി പോയിട്ട് ഒരു ഷോർട്ട് കട്ട് പോലും ഇല്ല ഇവിടെ. നേരത്തെ പോലെ തുള്ളിച്ചാടി പോയെങ്കിൽ ഞങ്ങളിപ്പോ ഒരു പെട്ടിയിലാക്കി വീട്ടിലേക്ക് കൊറിയർ അയച്ചു അവിടുത്തെ ആൾക്കാർ. എന്തായാലും അതിനുള്ള ഭാഗ്യം ഇപ്പൊ ഞങ്ങൾക്കില്ലാന്ന് മനസ്സിലായി. പിന്നെ എനിക്കുണ്ടായിരുന്ന പേടിന്ന് വെച്ചാൽ ഞാനിപ്പോ നിൽക്കുന്ന കല്ലും ഞാനും കൂടി ഇപ്പൊ അടിയെ പോകുന്നുള്ള അതും എന്തായാലും നടന്നില്ല. പിന്നെ അടുത്ത കുഴപ്പം തെറ്റാന്ന് വെച്ചാൽ വന്ന പോലെ തന്നെ അടിക്ക് ഇറങ്ങി പോകാൻ പറ്റുമെന്നായിരുന്നു ഞങ്ങളുടെ ഡൗട്ട്. പിന്നെ രണ്ടാമതൊന്ന് ചിന്തിക്കാണ് ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ കയറി പോയിപ്പോണ്ടായിരുന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇറങ്ങി പോകാനായിട്ട്. ഇത്രയൊക്കെ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ അമ്പലം തപ്പി കണ്ടുപിടിച്ചിട്ട് ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിട്ടുള്ളൂ. നേരത്തെ ഞങ്ങൾ വന്ന വഴി തിരിച്ചു പോകണതിന്റെ ഒപ്പം തന്നെ ഇടയിൽ മേലേക്ക് വല്ല വഴി കൂടി ഉണ്ടോ നോക്കിയിട്ടാണ് ഞങ്ങൾ പോകും. അങ്ങനെ തപ്പി നടന്ന് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും വഴിയും കിട്ടി. ആ വഴി കൂടെ കുറച്ച് ദൂരം മേലേക്ക് നടന്നപ്പോ ഞങ്ങൾക്ക് അമ്പലം കണ്ടു കിട്ടിയിട്ടാ. അടിയിൽ തൊട്ട് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് ഇപ്പൊ അമ്പലത്തിൽ എത്തി നിൽക്കുന്നത്. ഞങ്ങളാണെങ്കിൽ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 4 നല്ലോണം വിശക്കുണ്ട്. ബാഗിൽ എന്തായാലും തിന്നാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചത് നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരുന്ന് വിശന്ന് ചത്തനെ. അങ്ങനെ ഇനി അതും കഴിച്ച് ഈ അമ്പലമൊക്കെ കണ്ട് ഇനി ഞങ്ങൾ അടിക്ക് ഇറങ്ങട്ടെ. അപ്പൊ ബാക്കി വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പൊ ഓക്കെ ബൈ.